ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ്. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൈറ്റി ബിറ്റാണ് എടുത്തേക്കുന്നത്. 3 മീറ്റർ ഫാബ്രിക് കൊണ്ട് 34 ഇഞ്ച് വീതിയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഫാബ്രിക് ഫോൾഡ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റിയുടെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. 3 മീറ്റർ ഫാബ്രിക് കൊണ്ട് 34 ഇഞ്ച് വീതിയുള്ളത്. അതിനെ ആദ്യം തന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കൃത്യം 2ആയിട്ട് ഫോൾഡ് ചെയ്തു. അതിനുശേഷം ഇതേപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ 4 ലെയറിലാണ് നമുക്ക് ഫാബ്രിക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടത് വശത്ത് ഈ ഒരു സൈഡിലും നോക്കിയേ, രണ്ടും ഫോൾഡായിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, ഇവിടെ ഫോൾഡായിട്ട് വേണം വന്നേക്കുന്നത്. അതേപോലെ നമ്മുടെ സൈഡിലേക്കുള്ളതും ഫോൾഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും, ഈ ഭാഗത്തു നിന്ന് സ്ലീവ്സുമാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെറിയ സ്ലീവ് മതിയെങ്കിൽ ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് 3/4 സ്ലീവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മടക്കിയിട്ടേക്കുന്ന ഫാബ്രിക്കിന് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചിടാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വയ്ക്കുക. തിരിച്ചു വയ്ക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഇതേപോലെ 4 ലെയർ ഫാബ്രിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് 3/4 ലെങ്ത്തിലുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സ്ലീവ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെങ്ത്തിലുള്ള സ്ലീവ് വേണോ അതനുസരിച്ച് വേണം ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ചെറിയ സ്ലീവ് മതിയെന്നുണ്ടെങ്കിൽ ആദ്യം ഫോൾഡ് ചെയ്തത് കണക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഫാബ്രിക് നമുക്ക് വേറെ എന്തിനെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 സ്ലീവിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഫാബ്രിക്കും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇതേപോലെ 4ഉം ഓപ്പൺ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. 4 ലെയറിലാണ് മടക്കി ഇട്ടേക്കുന്നത്. അതേപോലെ താഴ്ഭാഗത്തുനിന്ന് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുത്തേക്കുവാണ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള ലൈനാണ് വരച്ചേക്കുന്നത്. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത് 42 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 43 ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഈ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൽ നിന്ന് നേരെ താഴോട്ട് 43 ഇഞ്ചസ് എടുത്തൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഈ 2 ലെയർ ഫാബ്രിക്കിൽ നിന്നാണ് നമ്മൾ 3/4 ലെങ്ത്തിലുള്ള 2 സ്ലീവ്സും കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു ലൈനിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോൾഡറായിട്ട് എടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ മുകളിൽ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൽ ഇതേപോലെ 7 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതേ ലൈനിൽ തന്നെ നെക്ക് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നെക്ക് വിഡ്ത്തായിട്ട് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചസ് ആണ്. അപ്പോൾ അതും ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൽ ഇതേപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് എത്രയായിരുന്നോ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുത്തത് അത്രയും തന്നെ ആം ഹോളിൻ്റെ ഡെപ്തായിട്ട് മാർക്ക് ചെയ്യുവാണ്, 7 ഇഞ്ചസ്. ഇനി ഈ 2 പോയിൻറ്റും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ട് ഒരു 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ് നെക്ക് വിഡ്ത്തുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന ആം ഹോൾ ലൈൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാവേ. ഇതേപോലെ ആ ഒരു ലൈൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്ത് എടുത്തു. ഇനി ഈ ഭാഗത്ത് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് +4 ÷ 4 എനിക്കിവിടെ 11.5 ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ആം ഹോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക, 11.5 ഇഞ്ചസ്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് 14.5 ഇഞ്ചസ് ആണ്. ഇനി ഈ ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതേ +2 ÷ 4. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 9 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഈ ഒരു കുർത്തിക്ക് നമുക്ക് ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടിൻ്റെ ഒന്നും മെഷർമെൻറ്റ് വേണ്ട. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ 2 പോയിൻറ്റും കൂടി അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ പോയിന്റ് ഇങ്ങേ എഡ്ജ് വരെ ഇതേപോലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അതേപോലെ ആ ഒരു വേസ്റ്റ് ലൈനും കൂടി ഇതേപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈഡിൽ 1 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ആം ഹോൾ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് 2 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ 3 പോയിന്റും കൂടി ഒന്ന് ഇതേപോലെ കർവ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോളിന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. ഇതേപോലെ കർവ് ചെയ്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്കാണ്. ഇവിടെ ഞാൻ നെക്ക് ഡെപ്ത് ആയിട്ട് എടുക്കുന്നത് 5.5 ഇഞ്ചസ് ആണ്. ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും മെഷർമെൻറ്റ് സെയിം തന്നെയാണ് എടുക്കുന്നത്. മാർക്ക് ചെയ്തേക്കുന്ന നെക്ക് വിഡ്ത്തിൽ നിന്ന് നേരെ താഴോട്ട് 5.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കർവ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള നെക്കിൻ്റെ ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷോൾഡറിനും നെക്കിനും കൂടി 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനിയാണ് നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ലൈനിൽ ഈ ഭാഗത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബസ്റ്റ് പോയിൻ്റ് മുതൽ അടുത്ത ബസ്റ്റ് പോയിൻ്റ് വരെയുള്ള മെഷർമെൻറ്റ് നോക്കുക. അപ്പോൾ അതെനിക്കിവിടെ കിട്ടിയേക്കുന്നത് 8 ഇഞ്ചസ് ആണ്. അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 8 ഇഞ്ചസിൻ്റെ പകുതി 4 ഇഞ്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫോൾഡ് സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് 4 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യാം. അത് മാക്സിമം 3 മുതൽ 4 ഇഞ്ചസിൻ്റെ ഉള്ളിലേ വരുവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് വേണ്ടത്. അപ്പോൾ ആ പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. അത്രയും ഫാബ്രിക് ഈ ഭാഗത്ത് പ്ലീറ്റ്സ് ആയിട്ട് വരും. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് പ്ലീറ്റ്സ് വേണ്ടത്. ബാക്കിയുള്ളത് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോവേ. അത്രയും തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് 1 ഇഞ്ച് എടുത്തൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 6 ഇഞ്ചസോളം പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് ഫാബ്രിക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ പ്ലീറ്റ്സ് വേണമെങ്കിൽ വീതി കൂടിയ ഫാബ്രിക് എടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം മെഷർമെൻറ്റിൽ എടുത്തത് കൊണ്ടാണ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡറും കട്ട് ചെയ്യാം, അതേപോലെ ആം ഹോളും കട്ട് ചെയ്യാം. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കി എക്സ്ട്രാ കുറച്ച് ഫാബ്രിക് ഇല്ലേ, അത് കളയല്ലേ. ആ ഒരു ഫാബ്രിക് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്തേക്കുന്ന സീം അലവൻസിൻ്റെ ലൈനിൽ കൂടി ഇതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ലൈനിൽ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു കുർത്തിക്ക് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇപ്പം നമ്മൾ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും ഈ സൈഡ് വരെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ പോയിന്റ് വരെ കട്ട് ചെയ്യണം. അതായത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന 4 ഇഞ്ചിൻ്റെ പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനപ്പുറം കട്ട് ചെയ്യണ്ടായേ. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ആം ഹോൾ കുഴിച്ച് വെട്ടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തേക്കുന്ന 1 ഇഞ്ച് താഴോട്ടൊന്ന് ലൈൻ വരച്ചെടുക്കാവേ. എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ അടിച്ച് വരെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് ബാക്ക് പാർട്ടിനെ അങ്ങ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ മാത്രം ഉള്ളിലോട്ടൊന്നെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് മെഷർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് ഇതേപോലെ ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ അത് 10.5 ഇഞ്ചസ് ആണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ഫാബ്രിക് എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും ഫോൾഡാണ്, അതേപോലെ ഈ സൈഡിലും ഫോൾഡാണ്. അപ്പോൾ 4 ലെയറായിട്ടാണ് ഫാബ്രിക് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫാബ്രിക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 17 ഇഞ്ചസ് ഉണ്ട്. അപ്പോൾ അത്രയും തന്നെ ഞാൻ സ്ലീവ് ലെങ്ത്തായിട്ട് എടുക്കുവാണ്. കാരണം ഇതിൻ്റെ താഴ്വശത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം, അതേപോലെ ആം ഹോൾ ജോയിൻ ചെയ്യാനും വേണം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഈ 17 ഇഞ്ചസ് തന്നെ സ്ലീവ് ലെങ്ത് ആയിട്ട് എടുക്കുവാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളിൻ്റെ ആ ഒരു മെഷർമെൻ്റാണ്. നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്ന് അളന്നെടുത്ത 10.5 ഇഞ്ചസ്. ഇതേപോലെ ഫോൾഡ് സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് 10.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. ആ ഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് നമുക്ക് 3.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്തേക്കുന്ന 3.5 ഇഞ്ചിൻ്റെ ഈ ഒരു പോയിന്റ് ഈ പോയിന്റുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ചരിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം
ഈ ഒരു പാറ്റേൺ കണ്ടോ? ഈ ഒരു പാറ്റേണിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാറ്റേണിൽ നിന്ന് 4 സ്ലീവ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേൺ ഇതേപോലെ വെച്ചതിന് ശേഷം ആ സൈഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്തതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കണേ. കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ഒരു നോച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നല്ല വശത്തേക്ക് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 1 ഇഞ്ച് സീം അലവൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. സെയിം പോലെ തന്നെ താഴ്വശത്തും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇത്രയും ഫാബ്രിക്കാണ് ഈ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ പ്ലീറ്റ്സിൻ്റെ എണ്ണമൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിട്ടുള്ള ഫാബ്രിക് നോക്കി മേടിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിപ്പോൾ നൈറ്റി വിറ്റില്ലേ, ഇപ്പോൾ ഏകദേശം 6 ഇഞ്ചോളം നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് ഫാബ്രിക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഞാൻ സെൻറ്റർ ഭാഗത്തോട്ട് ഫേസ് ചെയ്ത് വരുന്ന രീതിയിലത്തെ പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. 1/2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടത് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തേക്കുന്ന 1 ഇഞ്ച് വീതിയുള്ള സീം അലവൻസും താഴെ മാർക്ക് ചെയ്തേക്കുന്ന സീം അലവൻസിൻ്റെ ലൈനും കൂടി ഒപ്പം വരുന്ന രീതിയിൽ വരെ പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് വീതിക്ക് പ്ലീറ്റ്സ് ഓരോന്നും എടുത്തതിന് ശേഷം ഇതേപോലെ പിൻ ചെയ്ത് എടുക്കാം. അങ്ങനെ 2 സീം അലവൻസിൻ്റെ ലൈൻ ഒപ്പം വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെറിയ 6 പ്ലീറ്റ്സുകൾ എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വീതിയുള്ള 6 പ്ലീറ്റ്സ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡിലും 1/2 ഇഞ്ച് വീതിയുള്ള 6 പ്ലീറ്റ്സ് വീതം എടുത്ത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് പ്ലീറ്റ്സ് ആണ്. പ്ലീറ്റ്സിൻ്റെ മുകളിൽ കൂടി 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഈ 2 പീസും കൂടി ജോയിൻ ചെയ്യണം. ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി ഇതേപോലെ ഒപ്പം വെച്ചതിന് ശേഷം മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 6 സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം ഈ 2 ഫാബ്രിക്കും കറക്റ്റായിട്ട് വെച്ചിട്ട് എഡ്ജ് കോഡൊന്ന് സ്റ്റിച്ച് ചെയ്യാം. 4 ഇഞ്ച് വീതിക്കൊന്നുമല്ല, 1 പോയിൻ്റ് വ്യത്യാസത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം പ്ലീറ്റ്സിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടി ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2ൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ചുളിവൊന്നും വരാത്ത രീതിയിൽ വേണം വയ്ക്കാൻ. വെച്ചതിന് ശേഷം 4 ഇഞ്ച് വീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് എഡ്ജ് കോഡ് മാത്രം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ലെങ്ത് കുറച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു എഡ്ജ് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചിടുമ്പോൾ ഇതേപോലെയാണ് നല്ല വശത്തിരിക്കുന്നത്. ഇതേപോലെ ആ ഒരു സ്റ്റിച്ച് ലൈൻ്റെ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. തയ്യൽ തുമ്പ് മുതൽ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ 6.5 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചും കൂടി ചേർത്ത് 8 ഇഞ്ചസ് ആണ് എടുക്കേണ്ടത്. അതിൽ 1/2 ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെച്ച് അയൺ ചെയ്യേണ്ടതാണ്. ഇനി ഈ ഭാഗത്തെ ഫാബ്രിക്കിൻ്റെ വീതി, അപ്പോൾ ഈ ഒരു ഭാഗം കവർ ആവുന്ന രീതിയിൽ വേണം ഫാബ്രിക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വിഡ്ത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് അളവിൽ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡിലും ഉള്ളിലോട്ട് മടക്കി വെച്ച് അയൺ ചെയ്തു. അതേപോലെ ഈ സൈഡിൽ എക്സ്ട്രാ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി വെച്ച് അയൺ ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് എഡ്ജ് കോഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലേക്കും ഉള്ള പീസ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പീസ് ഇതേപോലെ നല്ല വശത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിൻ ചെയ്തെടുത്തതിന് ശേഷം എഡ്ജ് കോഡ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു എഡ്ജൊക്കെ വരുമ്പോൾ ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തിയതിന് ശേഷം എല്ലാ സൈഡിലും ഈ ഒരു പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ എല്ലാ സൈഡിലും ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ കട്ട് ചെയ്ത സമയത്ത് ആം ഹോളിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കളയലേ എന്ന് പറഞ്ഞില്ലേ, ആ പീസുകളാണ്. ആ പീസ് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തേക്കുവാണ് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ ഇതേപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ട് പാർട്ടോ ബാക്ക് പാർട്ടോ ഏത് നെക്കാണോ കട്ട് ചെയ്യേണ്ടത് അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെ ഫോൾഡും കൂടി ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചതിന് ശേഷം ആദ്യമേ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് 1 ഇഞ്ച് വീതിക്കുള്ള ഫാബ്രിക്കും കൂടി ഇട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് നെക്ക് വേണ്ടത് അത് ഇഷ്ടമനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു പീസിൻ്റെ എഡ്ജ് 4 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തേക്ക്, അതായത് രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചതിന് ശേഷം 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6 മെത്തേഡ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സ്ട്രിപ്പിൻ്റെ എഡ്ജ് ഒന്ന് 4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് 4 ഇഞ്ച് വീതിക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്ന ആ ഒരു പീസിൻ്റെ എഡ്ജ് കോഡൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പൊന്നും ചുരുണ്ട് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം പോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്ന ഈ ഒരു പീസിനെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചു വയ്ക്കാം. പിടിച്ചു വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിക്ക് 2 വെട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 ഷോൾഡറും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതിന് ശേഷം നെക്കിൻ്റെ എഡ്ജിക്കോടെയും കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 ഇഞ്ചും കൂടി മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല, എഡ്ജിക്കോടെ മാത്രമേ സ്റ്റിച്ച് ചെയ്തോളേ. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോളൊക്കെ നമ്മൾ കുഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. സെയിം പോലെ തന്നെ സ്ലീവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ലൈനും സ്ലീവിൻ്റെ നോച്ചും കൂടി ചേർത്ത് വയ്ക്കാം. നോച്ചും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തുനിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതിക്ക് 2 വെട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സൈഡ് തമ്മിൽ 1 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ താഴ്വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുർത്തിക്കകത്ത് സ്റ്റിച്ചിങ്. അപ്പോൾ ഇത്രയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മുടെ നൈറ്റി ഫാബ്രിക് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഏകദേശം 6 പ്ലേറ്റ്സോളം നമുക്ക് സൈഡിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ പ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വീതി കൂടുതലുള്ള ഫാബ്രിക് നോക്കി മേടിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും തന്നെ വന്നപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ സ്ലീവിൻ്റെ എഡ്ജിലും കൂടി ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ സൈഡിൽ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് വന്നതെല്ലാം കൂടി ഒരു 2 ഇഞ്ച് വീതിക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്. പിന്നെ നമ്മൾ പ്ലീറ്റ്സിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ പീസ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ മാത്രം ആ ഒരു പീസിൻ്റെ എഡ്ജിൽ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു സൈഡ് പ്ലീറ്റഡ് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ 140 രൂപയുടെ തുണി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ സൈഡ് പ്ലീറ്റഡ്
കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ കട്ടിംഗ് സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ അത് എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.